കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന നിയുക്ത മണവാളൻ സോണു ജിയോ വർഗീസ്, മണവാട്ടി ജോയന എലിസബeth തോമസ്, അവരുടെ ഇരു കുടുംബത്തിൻ്റെയും ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നിരിക്കുന്ന ഈ വിവാഹ ശുശ്രൂഷ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച് തിരുവല്ല സെൻറ്ററിൻ്റെ മിനിസ്റ്ററായിരിക്കുന്ന പാസ്റ്റർ ടി എം ഫിലിപ്പ് അവറുകൾ, എനിക്ക് മുൻപ് വളരെ ശ്രേഷ്ഠകരമായ നിലയിൽ ദൈവവചനം ശുശ്രൂഷിച്ച യു കെയിലുള്ള ദൈവസഭയുടെ ശുശ്രൂഷകൻ ജോയനയുടെ യു കെയിലെ സഭയുടെ പാസ്റ്ററായിരിക്കുന്ന പാസ്റ്റർ ജേക്കബ് ജോർജ് അവറുകൾ, ഈ മക്കളെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നതിനു വേണ്ടി കടന്നു വന്നിരിക്കുന്ന പാസ്റ്റർ ബോസം കുരുവിള, പാസ്റ്റർ എം ജോൺ, വേദിയിലും സദസ്സിലുമായിരിക്കുന്ന ശ്രേഷ്ഠന്മാരായിരിക്കുന്ന ദൈവദാസന്മാർ, ബന്ധുക്കൾ, മിത്രങ്ങൾ, ചാർച്ചക്കാർ, എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ്. വിശേഷിച്ച് വളരെ ശ്രുതിമധുരമായിട്ടുള്ള ഗാനശുശ്രൂഷ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ബ്രദർ ഇമ്മാനുവേൽ ഹെൻറി, അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇതിനേക്കാൾ മെച്ചപ്പെട്ട നിലയിൽ ലൗകികമായിട്ടുള്ള മറ്റ് ഇതര പാട്ടുകൾ പാടിയാൽ പ്രതിഫലങ്ങൾ വളരെ കൂടുതലാണ്. എന്നാൽ ക്രിസ്തു നിമിത്തം, ദൈവത്തോടുള്ള ആ സമർപ്പണ നിമിത്തം ലാഭമായിരുന്നതെല്ലാം ഛേദമെന്നെണ്ണിയാണ് ക്രൈസ്തവ പാട്ട് മാത്രമേ പാടുകയുള്ളൂ എന്നുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം തൻ്റെ ജീവിതത്തെ ക്രിസ്തുവിനായി സമർപ്പിച്ച് ഈ ശുശ്രൂഷയിലും പങ്കാളിത്തം വഹിക്കുന്നത്. അദ്ദേഹത്തിനും കുടുംബത്തിനും പ്രത്യേക സ്നേഹവും വന്ദനവും അറിയിക്കുകയാണ്. എൻ്റെ രണ്ടാമത്തെ സഹോദരിയുടെ മൂത്ത മകനാണ് സോണു. പ്രിയ സണ്ണിച്ചായൻ പള്ളിപ്പാട് കൊച്ചുമുള്ളവന ഭവനാംഗമാണ്. പ്രിയ അപ്പച്ചനും അമ്മച്ചിയും നിത്യതയിൽ വിശ്രമിക്കുന്നു. സണ്ണിച്ചായൻ ഉൾപ്പെടെ അവർ 6 സഹോദരങ്ങൾ, 2 പേരുടെ ഇല്ല കുവൈറ്റിലായിരിക്കുന്നു. പ്രിയ ലീലാമമ്മ, സണ്ണിച്ചായൻ, ആ പ്രിയപ്പെട്ടവരെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദീർഘവർഷങ്ങൾ ജോലിയോടനുബന്ധിച്ച് ബഹറിലായിരിക്കാൻ പ്രിയപ്പെട്ടവർക്ക് ദൈവം കൃപ നൽകി. സോണുമോൻ്റെ ജനനമൊക്കെ ഞാൻ ഓർത്തു പോവുകയാണ്. ഏതാണ്ട് 8 വർഷത്തോളം ഞങ്ങളുടെ ഭവനത്തിൽ ഞങ്ങളുടെ അമ്മയാണ് മോനെ വളർത്തിയത്. അതിനെ തുടർന്നാണ് ബഹറിലേക്ക് കടന്നു പോകാനും 12th വരെ അവിടെ പഠിക്കുവാനും അതിനുശേഷം നാട്ടിലെ മരിയൻ കോളേജിൽ ബികോമും, ബാംഗ്ലൂർ വൃന്ദാവൻ കോളേജിൽ MBAയും പഠിക്കുവാനായിട്ട് ദൈവം ഇടയാക്കി. ബഹറിലായിരിക്കുന്നതായ ദീർഘസമയങ്ങൾ അവിടെയുള്ള ഇവാഞ്ചലിക്കൽ ചർച്ചിനോടുള്ള ബന്ധത്തിൽ ദൈവ വചനങ്ങൾ സൺഡേ സ്കൂളിൽ പഠിക്കുവാനും, അതുപോലെ തന്നെ ബാംഗ്ലൂരായിരിക്കുമ്പോൾ കർത്താവിൻ്റെ കൽപ്പനകളനുസരിച്ച് കൂടുതൽ ഈ സത്യത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം ഇടയാക്കി. ദൈവത്തിൻ്റെ സമയമായപ്പോൾ വിവാഹാലോചന കടന്നു വന്നു. എല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിച്ചു. തക്കതായ ഒരു തുണയായി പ്രിയ ജോയനായ ദൈവം ഒരുക്കി. എനിക്ക് മുൻപേ പ്രിയ ജേക്കബ് ജോർജ് പാസ്റ്റർ പ്രിയ മകളെക്കുറിച്ച് വളരെ ശ്രേഷ്ഠകരമായിട്ടുള്ള നല്ല സാക്ഷ്യങ്ങൾ ഇവിടെ പറയുവാനായിട്ട് ഇടയായി. എൻ്റെ സിസ്റ്റർ കൂടെ ഈ മോനെ കാണുമ്പോഴെല്ലാം എന്നെ ഓർക്കും. കാരണം എൻ്റെ സ്വഭാവത്തിൻ്റെ മിക്കവാറും കാര്യങ്ങൾ അവനിലുണ്ട്. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അത് അമ്മാച്ചൻ്റെ സ്വഭാവമാണ് എന്ന് കൂടെ ഇങ്ങനെ പറയുന്നത് ഞാനും കേട്ടിട്ടുണ്ട്. അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ദീർഘവർഷങ്ങൾ ബഹറിലായിരുന്നു. ഏറ്റവും പ്രാധാന്യമുള്ള കാര്യമെന്ന് പറയുന്നത് അവർക്ക് കുടുംബമായിട്ട് അവിടെ പാർക്കാനും വിശ്വസ്തയോടുകൂടെ ദൈവത്തെ സേവിപ്പാനും ദൈവം ഇടയാക്കി. അതിനെ തുടർന്ന് മകളുടെ പഠനത്തോടുള്ള ബന്ധത്തിൽ പ്രിയ സാറ സോണുവിൻ്റെ ഏക സഹോദരിയാണ്. ഇവിടെ മുത്തൂറ്റ് ഹോസ്പിറ്റലിൽ നഴ്സിങ്ങിന് പഠിക്കുന്നു. പഠനത്തോടുള്ള ബന്ധത്തിൽ എൻ്റെ സഹോദരി നാട്ടിലേക്ക് കടന്നു വന്നു. തിരുവല്ലയിൽ ഞങ്ങളുടെ ഭവനത്തിൽ തന്നെ പാർക്കുന്നു. അതോടൊപ്പം തന്നെ പഴമ്പള്ളി സഭയിൽ കടന്നു വരികയും ദൈവ സന്നിധി വിശ്വസ്തയോടുകൂടെ കർത്താവിനെ സേവിച്ചും സ്നേഹിച്ചും വരികയാണ്. പ്രിയപ്പെട്ടവർ കൊടുത്തിരിക്കുന്ന എല്ലാ താലന്തുകൾക്കായി, എല്ലാ കൃപകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നടത്തുന്ന വഴികളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. മാറാത്തവനാണ് ദൈവം, മറക്കാത്തവനാണ് ദൈവം. നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും മുടക്കാത്തവനാണ്. മാറ്റങ്ങളുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. മാറ്റമില്ലാത്തത് ദൈവത്തിനാണ്. മാറ്റമില്ല എന്ന് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മുടെ അരികിലേക്ക് ഇറങ്ങി വരുന്നവനാണ് ദൈവം. അടുക്കൽ കടന്നു വരുന്നവൻ.
ഓളങ്ങളും തിരമാലകളും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നാം ഓർത്തിരിക്കേണ്ട കാര്യമുണ്ട്. പലരും മാറിപ്പോയിട്ടുണ്ട്, എന്നാൽ കർത്താവ് ഒരിക്കലും മാറിപ്പോയിട്ടില്ല. ആടി ഉലയുന്ന കപ്പലിനകത്ത് പൗലോസ് ഉൾപ്പെടെ 276 പേരുണ്ട്. പൗലോസ് അവിടെ പറയുന്നൊരു പദമുണ്ട്, എൻ്റെ ഉടയവനും ഞാൻ സേവിച്ച് നിൽക്കുന്നവനുമായ ദൈവം ഈ രാത്രിയിൽ തൻ്റെ ദൂതനെ എൻ്റെ അരികിൽ അയച്ചു. ഇവിടെ ഇരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും ഓർത്ത് നന്ദി പറയുവാനുള്ള കാരണം എന്താ? ആടി ഉലഞ്ഞ വേളകളിലെല്ലാം പലരും മാറിപ്പോയപ്പോൾ അടുത്തൊരുവൻ വന്നു. അത് മറ്റാരുമല്ല, നമ്മെ സ്നേഹിച്ച സർവശക്തനായ ദൈവം. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറഞ്ഞു, നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവനെ അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. നമ്മൾ ആയുസ്സോടും ആരോഗ്യത്തോടും കൂടെ ഇവിടെ ആയിരിക്കുമ്പോൾ നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മെ ഓരോരുത്തരെയും വ്യക്തിപരമായി പരിപാലിക്കുന്ന സർവശക്തനായ ദൈവത്തിന് ഒരു നിമിഷം കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്തായിട്ട് പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ട് സ്തോത്രം ചെയ്യണം? ഭയങ്കരവും അതിശയകരമായ ദൈവം നമ്മെ സൃഷ്ടിച്ചു. ദൈവം എന്നെ വിശ്വസ്തനെന്ന് തന്നെ വേലയ്ക്കാക്കിയത് കൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവരറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ വേഗം ഓർപ്പിച്ച് ഈ ശുശ്രൂഷ നിർവഹിക്കുവാനായിട്ട് കർത്താവിൻ്റെ കൃപയിൽ ഞാൻ ശരണപ്പെടുകയാണ്. പരീശന്മാർ യേശു കർത്താവിൻ്റെ അരികിൽ കടന്നു വന്നൊരു ചോദ്യം ചോദിച്ചു, ഏത് കാരണം ചൊല്ലിയും ഭാര്യയെ ഉപേക്ഷിക്കുന്നത് വിഹിതമാണോ? കർത്താവ് കൊടുത്ത മറുപടി, സൃഷ്ടിച്ചവൻ അവരെ ആദിയിൽ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും എന്നരുളി ചെയ്ത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? മത്തായി സുവിശേഷം 19-ാം അധ്യായം 3 മുതൽ 8 വരെയുള്ള ഭാഗങ്ങളിലാണ് ആ കാര്യം നമുക്ക് കാണുവാൻ കഴിയുന്നത്. പുരുഷൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഇരുവരും ഒരു ദേഹമായി തീരും. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഒറ്റ വാതിലേ ഉള്ളൂ, പുറത്തിറങ്ങാൻ വേറൊരു വഴിയില്ല. മറ്റുള്ളവർ ആനയിച്ചുകൊണ്ട് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു. പുറത്തിറങ്ങുന്നത് എപ്പോഴാണെന്നറിയാമോ? മരണം കൊണ്ട് ലോകത്തിൽ നിന്ന് വേർപെടുന്ന സമയത്തല്ലാതെ ഇന്നെടുക്കുന്ന ഈ ഉടമ്പടിയിൽ നിന്ന് ഈ പ്രിയ മകനും മകൾക്കും വേർപെട്ടിരിക്കുവാൻ അനുവാദമില്ല. മരണത്താലല്ലാതെ വേർപിരിയുവാൻ പാടില്ല എന്നാണ് കർത്താവ് അസന്നിഗ്ധമായിട്ട് അവിടെ ഓർപ്പിച്ചിരിക്കുന്നത്. മലാക്കി പ്രവചനം നാം വായിക്കുമ്പോൾ ആ പ്രവചന ഗ്രന്ഥത്തിൽ യഹോവയായ ദൈവം മനുഷ്യനോട് പറയുകയാണ്, ഞാൻ ഉപേക്ഷണം വെറുക്കുന്നു. അങ്ങനെ ചെയ്യുന്നതായ വ്യക്തി തൻ്റെ വസ്ത്രത്തെ സാഹസം കൊണ്ട് മൂടുകയാണ്. അങ്ങനെ ചെയ്യുന്നതായ വ്യക്തി അതിക്രമം ചെയ്യുന്നു എന്നാണ് വായിക്കുന്നത്. പ്രിയ സോണുമോനോട് ഞാൻ പറയട്ടെ, ജോയനോട് പറയട്ടെ, നിങ്ങൾ രണ്ട് വ്യത്യസ്ത കുടുംബത്തിൽ ജനിച്ചു വളർന്നു. നിങ്ങൾ മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ട് അനുസരിച്ച് ഇതുവരെയും ജീവിച്ചു. ഇന്ന് നിങ്ങൾ എടുക്കുന്ന തീരുമാനമുണ്ടല്ലോ, സർവശക്തനായ ദൈവത്തിൻ്റെ മുൻപിലാണ്. ആ ദൈവത്തിൻ്റെ മുൻപിൽ പരസ്പരം വലതുകരങ്ങൾ കൊടുത്ത് ഉഭയസമ്മതം ചെയ്യുമ്പോൾ ചൊല്ലുന്നൊരു പദമുണ്ട്, ഇന്നു മുതൽ മരണം വരെ. പ്രിയമോനെ, ഈ മോളുടെ ജോലി തുടരട്ടെ, പക്ഷേ അത് നഷ്ടപ്പെട്ടേക്കാം, ആരോഗ്യം പോയേക്കാം. പ്രിയമോളെ, ഈ മകൾ എന്താണ് കണ്ടിരിക്കുന്നതിന് അറിയില്ല, പക്ഷെങ്കിൽ മോൾ പ്രതീക്ഷിക്കുന്ന പലതും ഈ മകനിൽ കണ്ടു എന്ന് വരികയില്ല. എന്നാൽ എടുത്തിരിക്കുന്ന ഉടമ്പടിയിൽ നിന്ന് മാറാൻ അതൊന്നും ഒരു കാരണമല്ല. എടുക്കുന്ന തീരുമാനമെന്താ? ഇന്നു മുതൽ മരണം വരെ. മരണം നമ്മെ വേർപിരിക്കുന്നത് വരെ. ഇന്ത്യയിൽ സുവിശേഷം അറിയിക്കുവാൻ ഏതാണ്ട് 175 വർഷങ്ങൾക്ക് മുൻപേ ഇംഗ്ലണ്ടിൽ നിന്ന് വില്യം കേറി എന്ന് പറയുന്ന ചെരുപ്പുകുത്തിയായ മിഷണറി കടന്നു വന്നു. അദ്ദേഹം കൽക്കട്ടയിൽ ഇറങ്ങി. അദ്ദേഹത്തിൻ്റെ വൈഫിന് അദ്ദേഹത്തോളം സമർപ്പണം ഉണ്ടായിരുന്നില്ല. ഇവിടുത്തെ കാലാവസ്ഥയുമായിട്ട് പൊരുത്തപ്പെടുവാൻ കഴിയാതെ അദ്ദേഹത്തിൻ്റെ കുഞ്ഞുങ്ങൾ മരണത്തോട് മല്ലിട്ടു. കുഞ്ഞ് മരിച്ചതായ വേളയിൽ താൻ തന്നെ ചുമലിലെടുത്തു കൊണ്ടുപോയി കുഴിവെട്ടി ആ കുഞ്ഞിനെ അടക്കുന്നതായ വേളയിൽ തൻ്റെ ഭാര്യ സമനില തെറ്റി മാനസിക രോഗിയായി മാറി. താൻ സുവിശേഷം അറിയിക്കുവാൻ വ്യത്യസ്ത ഇടങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ തൻ്റെ ഭാര്യ മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ ഒരു ബാധ്യതയായി തീർന്നു. ആ വേളയിൽ ചിലർ തന്നോട് ഉപദേശിച്ചു, ഈ ഭാര്യയെ
വിദൂരതയിലുള്ള മിഷൻ ഹോസ്പിറ്റലിൽ കൊണ്ട് താങ്കൾ ഉപേക്ഷിക്കണം. ഈ ഭാര്യ ഒരു ബാധ്യതയാണ്. മറ്റുള്ളവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി അദ്ദേഹം തൻ്റെ ഭാര്യയുമായിട്ട് വിദൂരതയിലുള്ളതായ മിഷൻ ഹോസ്പിറ്റലിലേക്ക് കടന്നുപോയി. ഭാര്യയെ അവിടെ ഏൽപ്പിച്ചിട്ട് പടിയിറങ്ങുമ്പോൾ അന്തരാത്മാവിലൊരു ചോദ്യം വരികയാണ്. നിൻ്റെ ഭാര്യ രോഗിയാകുമ്പോൾ അവളെ ഉപേക്ഷിക്കുമെന്നല്ല ഇംഗ്ലണ്ടിലെ പള്ളിക്കകത്ത് വെച്ച് നീ കൊടുത്ത ഉറപ്പ്, മരണം നമ്മെ തമ്മിൽ വേർതിരിക്കുന്നത് വരെ. അദ്ദേഹം അവിടെ നിന്ന് തിരിഞ്ഞ് ഡയറക്ടറുടെ റൂമിലേക്ക് കടന്നുപോയി. എന്നിട്ടിങ്ങനെ പറഞ്ഞു, ഞാൻ എൻ്റെ ഭാര്യയെ ഇവിടെ ആക്കിയിട്ട് പോകില്ല. ഞാൻ അവളോടൊരു ഉടമ്പടി ചെയ്തിട്ടുണ്ട്. മരണം നമ്മെ വേർപിരിക്കുന്ന സമയം വരെ ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും. രോഗിയായ ഭാര്യയുമായിട്ട് അദ്ദേഹം വയൽപ്രദേശത്തേക്ക് കടന്നുപോയി. ആ സമയത്ത് ആ ഭാര്യയുടെ അട്ടഹാസമാണ് തന്നെ ലേഖനങ്ങളും ബൈബിൾ ട്രാൻസ്ലേഷനൊക്കെ ചെയ്യുമ്പോൾ ഉണർത്തിക്കൊണ്ടിരുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആ ക്രൈസ്തവ മിഷണറി കഷ്ടത സഹിച്ചുകൊണ്ട് അന്ത്യം വരെ വിശ്വസ്തയോടെ ദൈവത്തെ സേവിപ്പാൻ ഇറങ്ങിത്തിരിച്ചു. എന്നെ കേൾക്കുന്ന ദമ്പതികളെ, ഞങ്ങളിവിടെ നൽകുന്ന സന്ദേശം ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രമല്ല. എന്നോ ഒരിക്കൽ പള്ളിക്കകത്ത് വെച്ച്, ഇതുപോലെയുള്ള സദസ്സിനകത്ത് വെച്ച് നിങ്ങൾ നിങ്ങളുടെ പങ്കാളിക്ക് കൈകൊടുത്ത് പറഞ്ഞൊരു പദത്തിനകത്ത് ഉള്ളടക്കം ചെയ്തിരിക്കുന്ന സന്ദേശം എന്തായിരുന്നു? മരണം നമ്മെ തമ്മിൽ വേർപിരിക്കുന്നതുവരെ. ഏതെങ്കിലും ദാമ്പത്യ ജീവിതത്തിൽ വിള്ളലുകൾ അനുഭവിക്കുന്നെങ്കിൽ ബൈബിൾ പറയുന്നു, മുപ്പിരിച്ചരുടെ വേഗത്തിൽ അറ്റുപോകുകയില്ല. സൃഷ്ടിതാവും പരിപാലകനുമായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് പൊരുത്തപ്പെടുവാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല എന്ന് ദൈവത്തോട് പറഞ്ഞാൽ തെറ്റിദ്ധാരണകളെയും തെറ്റായ ശീലങ്ങളെയും പരിഹരിച്ച് ഏത് ചൊവ്വല്ലാത്തതിനെയും ചൊവ്വാക്കുന്ന നസ്രയത്തിലെ തച്ചൻ്റെ കരങ്ങളിൽ കൊടുത്താൽ ആ തച്ചൻ മാത്രമല്ല, അവൻ കുശവനാണ്. ഉടയപ്പെട്ട പാത്രത്തെ വലിച്ചെറിയുന്നവനല്ല, ഉടയപ്പെട്ട പാത്രത്തെ മറ്റൊന്നാക്കി മാറ്റുന്നവനാണ്. ഞങ്ങളുടെ ശുശ്രൂഷയിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, ദാമ്പത്യ ബന്ധം തകർന്ന ഡൈവോഴ്സിൻ്റെ വക്കിലെത്തി ജോയിൻറ്റ് പെറ്റീഷൻ കൊടുക്കാൻ തീരുമാനിച്ചൊരു കുടുംബം. ഒരു ദിവസം ഞാൻ ആ വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോൾ പിതാവിനോട് പറഞ്ഞു, ഒറ്റ മോളേ ഉള്ളൂ, ഞങ്ങളുടെ മരുമകൻ അവൻ സ്വഭാവത്തിൽ അല്പ ദൂഷ്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ഉപേക്ഷിച്ചിട്ട് മറ്റൊന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പാസ്റ്റർ പരിചയത്തിൽ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പറയണം. ഞാനൊന്നും മിണ്ടിയില്ല. വീട്ടിലേക്ക് വന്നപ്പോൾ ദൈവാത്മാവിനോട് പറഞ്ഞു, വിവാഹമോചനത്തെക്കുറിച്ച് എൻ്റെ വചനം എന്താണ് പറയുന്നത് എന്ന് നീ എന്തുകൊണ്ട് പറഞ്ഞില്ല? ഞാൻ അടുത്ത പ്രഭാതത്തിൽ ആ വീട്ടിലേക്ക് കടന്നു ചെന്നു. ആ പിതാവ് ചോദിച്ചെന്താ രാവിലെ കടന്നു വരുന്നത്? ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, കഴിഞ്ഞ രാത്രിയിൽ ദൈവം എന്നോട് പറഞ്ഞു, വിവാഹമോചനത്തെക്കുറിച്ച് വചനം എന്തു പറയുന്നു എന്നുള്ളത് ഇവിടെ പറയണം. ഞാൻ ബൈബിളിൽ നിന്ന് അദ്ദേഹത്തെ അതെല്ലാം വായിച്ച് കേൾപ്പിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, പാസ്റ്ററേ, ഇതൊക്കെ എഴുതപ്പെട്ടത് സത്യമാണെങ്കിലും ഞങ്ങളുടെ ഈ മരുമകൻ ഒരിക്കലും അവൻ നല്ലവനാകുമെന്ന് എനിക്കൊരു ചിന്തയില്ല. പെട്ടെന്ന് ദൈവം എൻ്റെ ഹൃദയത്തിലൊരു ചിന്ത തന്നത് ഞാൻ പറഞ്ഞു, മരുമകൻ നിങ്ങളുടെ ഭവനത്തിലേക്ക് തേടി വരുന്നൊരു ദിവസം വരും, അന്ന് എന്നെ ഒന്ന് അറിയിക്കണം. ഞാൻ തിരുവല്ലയിലൊരു മീറ്റിങ്ങിൽ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന പിതാവ് എന്നെ വിളിച്ചു. ജോയിൻറ്റ് പെറ്റീഷൻ നൽകുവാൻ കടന്നു വരുന്നതായ ആ മകളെ പ്രതീക്ഷിച്ചിരുന്നതായ പിതാവ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ പെട്ടെന്ന് കടന്നു വരണം. ഞാൻ ആ വീട്ടിലേക്ക് കടന്നു ചെന്നു. ഒരു യൗവനക്കാരൻ അവിടെ ഇരിക്കുന്നു. എന്നോട് ചോദിച്ച്, ഇദ്ദേഹത്തെ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞു, പാസ്റ്റർ പറഞ്ഞില്ലേ മരുമകൻ അന്വേഷിച്ച് കടന്നു വരും, അന്ന് എന്നെ ഒന്ന് അറിയിക്കണമെന്ന്. ഇതാ ഞങ്ങളുടെ മരുമകൻ, അവൻ തേടി വന്നതാ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാനൊരു കാര്യം പറയാം, രണ്ടായിട്ട് വന്നതിനെ ആ ദിവസം ദൈവം ഒന്നാക്കി മാറ്റുവാനിടയായി തീർന്നു. 2000 വർഷങ്ങൾക്ക് മുൻപ് മാത്രമല്ല, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ദൈവമാണ്. മനസ്സൊന്ന് മാറ്റാൻ നിങ്ങൾ തയ്യാറായാൽ ഏത് തകർന്നടിയുന്നതിനെയും സ്വർഗത്തിലെ ദൈവം പുനരുദ്ധരിക്കുവാനിടയാകും.
ഈ കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുൻപേ ഞാൻ മസ്കറ്റിൽ കടന്നുപോയതായ വേളയിൽ ഒരു യൗവനക്കാരനായ സഹോദരൻ അദ്ദേഹം എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, എൻ്റെ വൈഫ് ഞാനുമായിട്ടൊരു കോണ്ടാക്റ്റ് ഇല്ല, ഞാൻ വീഡിയോ കോൾ ചെയ്യും, വൈഫിൻ്റെ അപ്പനും അമ്മയ്ക്ക് എന്നെ ഇഷ്ടമാണ്, എൻ്റെ വൈഫിനോട് മുഖം തിരിച്ച് നിൽക്കുകയാണ്, ഞാൻ ദൈവത്തെ അറിഞ്ഞു, ദൈവത്തിൻ്റെ കൽപ്പനകൾ ഞാൻ അനുസരിച്ചിരിക്കുകയാണ്, ഞാൻ നാട്ടിലേക്ക് പോകുക, അവൾ എന്നെ വേണ്ട എന്നാണ് പറയുന്നത്. എന്നാൽ 2 ആഴ്ച മുൻപേ അദ്ദേഹം നാട്ടിൽ കടന്നു വന്നു. അദ്ദേഹം എനിക്കൊരു ഫോൺ കോൾ ചെയ്തിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു, പാസ്റ്റർ, എനിക്കറിയില്ല, എൻ്റെ ദൈവം ബലവാനായ ദൈവമാണ്, അവൻ അത്ഭുത മന്ത്രിയാണ്. ഞാൻ വീട്ടിൽ വന്നപ്പോൾ എന്നെ തേടി എൻ്റെ ഭാര്യ കടന്നു വരുവാനിടയായി തീർന്നു. ഇന്നലെയും ഇന്നും അനന്യനായ ദൈവത്തെക്കുറിച്ചാണ് ഞങ്ങളിവിടെ പറയുന്നത്. ഏതെങ്കിലും ദാമ്പത്യ ജീവിതത്തിൽ നിങ്ങൾ ഭാരങ്ങൾ അനുഭവിക്കുന്നെങ്കിൽ, തെറ്റിദ്ധാരണകൾ അനുഭവിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ കഴിവുകളും നിങ്ങളുടെ അറിവുകളും നിങ്ങളുടെ ആർഗ്യുമെൻസും എല്ലാം മാറ്റിവെച്ചിട്ട് ദൈവത്തിൻ്റെ മുൻപിലേക്ക് കടന്നു വന്ന്, അപ്പാ ഇത് കുഴഞ്ഞ കാര്യമാണ്, ഒരുപക്ഷെ നിനക്ക് വിദ്യാഭ്യാസം ഉണ്ടായിരിക്കാം, നല്ല പാരമ്പര്യങ്ങളുണ്ടായിരിക്കാം, നിനക്ക് നല്ല എക്സ്പീരിയൻസ് പലതും ഉണ്ടായിരിക്കാം. ദാമ്പത്യ ജീവിതം തകർന്ന് അടിഞ്ഞു പോകുന്ന മേഖലകളിൽ മറ്റുള്ളവർ ആശ്ചര്യത്തോടും സംശയത്തോടും നിങ്ങളെ വീക്ഷിച്ച് ആരംഭത്തേക്കാൾ നിങ്ങളുടെ അവസാനം പരാജയമായി തീരുവാനല്ല, നസയനായ കർത്താവ് ലൈഫിൻ്റെ കേന്ദ്രത്തിലേക്ക് കടന്നു വന്നാൽ ആരംഭത്തിൽ കണ്ണുനീരാണെങ്കിലും അവസാനം ദൈവം മധുരമാക്കി മാറ്റുവാനായിട്ടിടയാകും. വിവാഹമെന്ന വാക്കിൻ്റെ അർത്ഥം വിശിഷ്ടമായ വഹനമെന്നാണ്. ഒരിക്കലും ഉപേക്ഷിക്കുവാൻ പാടില്ലാത്ത ചുമടെന്നാണ് വിവാഹമെന്ന വാക്കിൻ്റെ അർത്ഥം. എനിക്ക് പല സംഭവങ്ങൾ പറയണമെന്നുണ്ടെങ്കിലും ഞാൻ മുൻപോട്ട് വേഗം കടന്നു വരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കുടുംബജീവിതം ധന്യമായി തീരണമെങ്കിൽ അതിന് ചില അടിത്തറകളുണ്ട്. ഒന്ന് പരസ്പര സ്നേഹമാണ്. സ്നേഹമെന്ന വാക്കിന് ബൈബിൾ പല വേർഡുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പരമപ്രധാനമായ വാക്കാണ് അഗാപ്പെ എന്ന് പറയുന്നത്, ത്യാഗപരമായ സ്നേഹം. ദൈവം മനുഷ്യനോട് കാണിച്ചത് ത്യാഗപരമായ സ്നേഹമാണ്. നമ്മൾ ശത്രുക്കളായിരുന്നപ്പോൾ, നമ്മൾ പാപികളായിരുന്നപ്പോൾ, നമ്മിൽ ഒരു യോഗ്യതയും ഇല്ലാതിരുന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ കാൽവറിയിൽ തകർത്തുകൊണ്ട് തൻ്റെ സ്നേഹം പ്രദർശിപ്പിക്കുവാനായിട്ടിടയായി. ത്യാഗപരമായ സ്നേഹം. സോണുമോനോട് ഞാൻ പറയുകയാണ്, ഈ ജോയനായിൽ എന്തെങ്കിലും നന്മയുള്ളത് കൊണ്ട് ഞാൻ സ്നേഹിക്കാവുന്നല്ല. പ്രിയ മോളോട് ഞാൻ പറയുകയാണ്, പപ്പായും മമ്മിയും മോളെ എന്നല്ലാതെ ഒന്നും മോളെ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, വിളിച്ചിട്ടില്ല. ഒറ്റയ്ക്ക് വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ മോളങ്ങനല്ല. ചിലരൊക്കെ അങ്ങ് സ്വാർത്ഥരാകാറുണ്ട്, ഷെയർ ചെയ്യാനൊക്കെ കഴിയാത്ത മനോഭാവങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ മോള് പ്രതീക്ഷിക്കുന്ന പലതും കണ്ടു എന്ന് വരില്ല. എന്നാൽ ത്യാഗപരമായ സ്നേഹം, നന്മയില്ലാത്തപ്പോഴും സ്നേഹിക്കുവാനായിട്ട് കഴിയണം. നിങ്ങൾക്ക് തമ്മിൽ ഇഴയടുപ്പമുള്ള ആഴമായ ആത്മിക ബന്ധം, സ്നേഹത്താൽ ഒരു പറ്റിച്ചേരലുണ്ടായിരിക്കണം, ഒരാത്മബന്ധമുണ്ടായിരിക്കണം. നാൾപ്പൊരുത്തത്തേക്കാൾ വേണ്ടത് മനപ്പൊരുത്തമാണ്. മനസ്സ് തമ്മിൽ എന്ത് ചെയ്യണം? പൊരുത്തപ്പെടണം. സ്നേഹത്തിന് ഒരു അധ്യായം തന്നെ കൊടുത്തിരിക്കുകയാണ്. സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു, ദയ കാണിക്കുന്നു, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, അയോഗ്യമായിട്ട് എന്ത് ചെയ്യുന്നില്ല, നടക്കുന്നില്ല എന്നാണ് വായിക്കുന്നത്. ഭർത്താവ് ഭാര്യയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതായ കാര്യങ്ങൾ എന്താണ്? എൻ്റെ ഭാര്യ മറ്റാരെക്കാട്ടിലും എന്നെ സ്നേഹിക്കുന്നവളായിരിക്കണം, ആവശ്യമറിഞ്ഞ് പ്രവർത്തിക്കണം, തന്മയത്വത്തോടുകൂടെ എന്നോടുകൂടെ എല്ലാ കാര്യത്തിലും എന്ത് ചെയ്യണം? സഹകരിക്കണം. ഭർത്താവ് ഭാര്യയ്ക്കും ഭാര്യ ഭർത്താവിനും കടംപെട്ടിരിക്കുന്നത് എന്ത് ചെയ്യട്ടെ എന്നാണ് വായിക്കുന്നത്. ഈ ഒരുമാതിരി കുടുംബത്തിലെ പ്രശ്നങ്ങളൊക്കെ തീരും. ഭാര്യമാർ നന്നായിട്ട് കുക്ക് ചെയ്ത് ഭർത്താവിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താണോ അത് ഉണ്ടാക്കി കൊടുക്കാൻ തയ്യാറായാൽ ഒരുമാതിരി പ്രശ്നങ്ങളൊക്കെ എന്ത് ചെയ്യും? തീരും. രുചികരമായ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുവാനായിട്ട് UK പോകുന്നത് കൊണ്ട് അങ്ങനെയൊന്നും പ്രതീക്ഷിക്കാൻ പാടില്ല. അവിടെ കിച്ചണിലൊക്കെ കയറേണ്ടി വരും. വീടൊക്കെ ശനിയാഴ്ചകളിൽ ക്ലീൻ ചെയ്യാനായിട്ട് ഭർത്താവോട് എന്ത് ചെയ്യേണ്ടി വരും? ഞാനിതൊക്കെ കണ്ടിട്ടുള്ളവനാണ്. അപ്പോൾ ചെയ്തെങ്കിൽ മാത്രമേ കുടുംബജീവിതം മുന്നോട്ട് പോവുകയുള്ളൂ. എങ്കിലും മോള് ഈ മമ്മി ഉണ്ടല്ലോ നല്ലതായിട്ട് സഹകരിക്കുന്ന ആളാണ്. സ്നേഹിച്ചാൽ ഹാർട്ട് എടുത്ത് നമുക്ക് എന്ത് ചെയ്യും? തരും. അപ്പോൾ മമ്മിയോട് ചോദിക്കണം, സോണുവെന്നൊന്നും വിളിക്കത്തില്ലെന്ന് എനിക്കറിയാം, അച്ചാച്ചൻ എന്തൊക്കെയാണ് ഇഷ്ടമെന്നുള്ളത് എന്ത് ചെയ്യണം? ചോദിച്ച് മനസ്സിലാക്കി അത് ചെയ്തു കൊടുക്കുവാനായിട്ട് തയ്യാറാകണം. എവിടെയെങ്കിലും പോയിട്ടൊക്കെ വരുമ്പോൾ നെല്ലിക്കയുടെ ചാ കഴിക്കുന്നത് പോലെ മുഷിപ്പിക്കുന്നതായ സംസാരം ഭാര്യമാരിൽ നിന്ന് ഭർത്താക്കന്മാരെന്ത് ചെയ്യുന്നില്ല? പ്രതീക്ഷിക്കുന്നില്ല. എവിടെന്നെങ്കിലും പോയിട്ട് വരുമ്പോൾ സ്വീകരിക്കാനുള്ള മനോഭാവത്തോടു കൂടി നിൽക്കുക, ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കൊടുക്കാനായിട്ട് തയ്യാറാകുകയും അതിനുശേഷം ശാന്തമായിട്ടിരിക്കുമ്പോൾ പോയിടത്തെ കാര്യങ്ങളൊക്കെ അവർ തന്നെ എന്ത് ചെയ്യും? പറയും. ഈ സോണുമോൻ ഒത്തിരി സംസാരിക്കുന്ന ആളാണ് കേട്ടോ. അപ്പോൾ കേൾക്കാൻ അങ്ങ് റെഡി ആയിട്ടിരുന്നാൽ മതി. എല്ലാ കാര്യവും എന്ത് ചെയ്യും?
പറയും, നന്നായിട്ട് സംസാരിക്കും. അപ്പോൾ കേൾക്കാനായിട്ട് റെഡിയായിട്ട് ഇരുന്നാൽ എല്ലാം അദ്ദേഹം തന്നെ പറയുവാനായിട്ട് ഇടയാകും. മുഷിപ്പിക്കുന്ന സംസാരം പാടില്ല. വ്യക്തി ശുചിത്വം ഉള്ള വ്യക്തിയായിരിക്കണം. ആവശ്യമറിഞ്ഞ് പ്രവർത്തിക്കുന്ന ആളായിരിക്കണം. ഈ ഭർത്താക്കന്മാർ ഏതെങ്കിലും കാര്യത്തിനൊക്കെ പെട്ടെന്നൊന്ന് കോപിച്ചാൽ അവരതങ്ങ് മറക്കും. പക്ഷെ ഭാര്യമാരത് മനസ്സിൽ വെച്ചുകൊണ്ട് ക്ഷമിക്കാൻ കഴിയാതെ എന്ത് ചെയ്യരുത്, ഇരിക്കരുത്. ഞാൻ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ട് 29 വർഷമായി. അന്ന് ഞാൻ എൻ്റെ വൈഫുമായിട്ട് ഞങ്ങൾ തമ്മിലൊരു തീരുമാനമെടുത്തു. നമ്മൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഉലകത്തിൽ ആരും അറിയരുത്, ദൈവം അറിയുക അല്ലാതെ. ഞാനെന്തെങ്കിലും പറഞ്ഞ് നിനക്ക് ഇഷ്ടപ്പെടാതിരിക്കുകയാണെങ്കിൽ അപ്പോഴായിരിക്കും എൻ്റെ അമ്മ കയറി വരുന്നത്. ഞാൻ ഷൈനിയെന്ന് വിളിക്കുമ്പോൾ വന്ന് വളരെ സ്നേഹത്തിലാണെന്നും പറഞ്ഞ് ഇടപെട്ട് അമ്മയ്ക്ക് വെള്ളമൊക്കെ കൊടുത്ത് വേണ്ടതെല്ലാ ശുശ്രൂഷ എന്ത് ചെയ്തേക്കണം. പോയതിന് ശേഷം വേണം ഇച്ചിരി നേരം കൂടെ മിണ്ടാതിരുന്നു. പക്ഷേ അവരുടെ മുൻപിൽ നമ്മൾ തമ്മിൽ എന്ത് ചെയ്യരുത്, പ്രശ്നമുണ്ട് എന്നെന്ത് ചെയ്യരുത്, വരുത്തരുത്. കാരണം ദൈവം മറന്നാലും മനുഷ്യനൊരിക്കലും എന്ത് ചെയ്യത്തില്ല, മറക്കത്തില്ല. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഭാര്യയുടെ പ്രതീക്ഷകൾ എന്താണ്? എൻ്റെ ഭർത്താവ് കെയർ ചെയ്യുന്ന ആളായിരിക്കണം. എന്നെ നന്നായിട്ട് എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. ഭർത്താവ് തനിക്ക് താങ്ങും തണലുമായിരിക്കണം. തുറന്ന് സംസാരിക്കുന്ന വ്യക്തിയായിരിക്കണം. സത്യസന്ധനായിരിക്കണം. വിശേഷിച്ച് ഈ ഭാര്യമാരോട് മറച്ചു വെക്കരുത്, കള്ളം പറയരുത്. അങ്ങനെ പാടില്ല. ഒരിക്കലൊരു സഹോദരി എന്നോട് പറഞ്ഞു, എൻ്റെ ഭർത്താവിന് എത്ര രൂപ ശമ്പളം ഉണ്ടെന്ന് ഞാൻ ആകെന്ന് ചോദിച്ചിട്ട് 30 വർഷമായിട്ട് എന്നോട് പറഞ്ഞു. പക്ഷേ ഞാൻ കണ്ടുപിടിച്ചു പാസ്റ്ററെ, ഈ ഭാര്യമാരെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മറയ്ക്കാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് കളവ് കണ്ടുപിടിക്കുന്ന പ്രത്യേക സിസ്റ്റം തന്നെ അവരുടെ തലച്ചോറിൽ ദൈവം എന്ത് ചെയ്തിരിക്കുകയാണ്, ഉള്ളടക്കം ചെയ്തിരിക്കുകയാണ്. നിരീക്ഷണ പാഠം വളരെ കൂടുതലാണ് ഭാര്യമാർക്കെന്ന് പറയുന്നത്. വീട്ടുജോലികളിൽ അത്യാവശ്യമൊക്കെ എന്ത് ചെയ്യണം, സഹായിക്കാനായിട്ട് തയ്യാറാകണം. തൻ്റെ അധ്വാനത്തിൽ ഭർത്താവൂടെ പങ്കാളിത്തം വഹിക്കണം എന്നുള്ള കാര്യം ഭാര്യ എന്ത് ചെയ്യാണ്, പ്രതീക്ഷിക്കുകയാണ്. ഭാര്യമാരുടെ കടപ്പാടുകളെക്കുറിച്ച് പറയുമ്പോൾ തീത്തോസ് ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യമാണ്. 7 കാര്യം ഇവിടെ പറയുന്നുണ്ട്. 1, ഭർത്തൃപ്രിയായിരിക്കണം. ഭർത്താവിനെ എന്ത് ചെയ്യണം, പ്രിയപ്പെടണം. മോൾ ഇന്ന് മുതൽ ദൈവം കഴിഞ്ഞാൽ ഏറ്റവും അധികം ആരെ സ്നേഹിക്കാൻ പോവുക? ആരെയാണ് സ്നേഹിക്കാൻ പോകുന്നത്? സോണുവിനെ സ്നേഹിക്കാനായിട്ട് പോവുകയാണ്. സോണു ഇന്ന് മുതൽ ദൈവം കഴിഞ്ഞാൽ ഏറ്റവും അധികം ആരെ സ്നേഹിക്കാൻ പോവുക? ജോയനായി എന്ത് ചെയ്യാൻ പോവാണ്, സ്നേഹിക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഭാര്യയോട് പറയണം, ഭർത്തൃപ്രിയായിരിക്കണം, പുത്രപ്രിയായിരിക്കണം, സുബോധമുള്ള വ്യക്തി. വരവറിഞ്ഞൊക്കെ ചെലവഴിക്കാനായിട്ട് എന്ത് ചെയ്യണം, പഠിക്കണം. സുബോധമുള്ള വ്യക്തിയായിരിക്കണം. വിശ്വസ്തത ജീവിതത്തിൽ പുലർത്തണം. മാത്രമല്ല വീട്ടിലൊക്കെ ആരെയൊക്കെ വിസിറ്റ് ചെയ്താൽ ദയോട് എന്ത് ചെയ്യണം, ഇടപെടണം. വീട്ടിലുള്ളവരോട് ദയോടുകൂടെ. ജോയനെക്കുറിച്ച് അങ്ങനെയൊക്കെ ഒത്തിരി കാര്യം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. വളരെ ദയോടെ ഇടപെടുന്ന വ്യക്തിയാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ട്. വീട്ടുകാര്യത്തിൽ ശ്രദ്ധിക്കണം. ഭർത്താക്കന്മാർക്ക് എന്ത് ചെയ്യണം, കീഴ്പ്പെടണം, അനുസരിക്കണം. ഇപ്പോൾ ജോയന, നിങ്ങൾ രണ്ടുപേരും കൂടി ആലോചിച്ചെടുക്കുന്നതായ തീരുമാനങ്ങൾ മൂന്നാമതൊരാൾ ഇടയ്ക്ക് കയറി എന്ത് ചെയ്യാൻ പാടില്ല, അത് മാറ്റാനായിട്ട് പാടില്ല. നിങ്ങൾ രണ്ടുപേരുടെ ഇടയിൽ മൂന്നാമനൊരാൾ വേണം. അവൻ ഒന്നാമനായിരിക്കണം. അത് ജീവൻ തന്ന ദൈവമായിരിക്കണം. ദൈവത്തിനായിരിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ 1-ാം സ്ഥാനം. സോളൊമോൻ്റെ കടപ്പാടുകൾ എന്താണ്? 1, ഭാര്യ എന്ത് ചെയ്യണം, സ്നേഹിക്കണം. ഭർത്താക്കന്മാരോട് പറയുകയാണ്, സ്വന്തം ശരീരത്തെ പോലെ കർത്താവ് സഭയെ സ്നേഹിച്ചതുപോലെ ഭാര്യ എന്ത് ചെയ്യണം, സ്നേഹിക്കണം. 2ാമത് പറയുകയാണ്, പോറ്റി പുലർത്തണം. UK ആണെങ്കിലും ഇടി എന്തെങ്കിലും ആവശ്യമുണ്ട് നീ തന്നെ മേടിച്ചോളം എന്നല്ല, പോറ്റി പുലർത്താനായിട്ട് തയ്യാറാകണം. മോൻ നിമിത്തം ഒറ്റത്തുള്ളി കണ്ണുനീര് പോലും ഈ മകളുടെ വീഴാനായിട്ട് പാടില്ല. അപ്പനും അമ്മയ്ക്കും ഒറ്റ മോളാണ്. അപ്പം മോൻ്റെ കരങ്ങളിൽ വിശ്വസിച്ച് എന്ത് ചെയ്യുക, ഏൽപ്പിക്കുകയാണ്. വാക്കിലൂടെ പ്രവർത്തനങ്ങളിലൂടെ ആ മകളെ ചേർത്ത് നിർത്തുകയും ഞാൻ നിമിത്തം അവളുടെ ഒരു തുള്ളി കണ്ണുനീര് പോലും എന്ത് ചെയ്യാൻ പാടില്ല, താഴെ വീഴാൻ പാടില്ല എന്നുള്ളതായ കാര്യം നിങ്ങൾക്കുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ രണ്ടുപേരുടെയും മാതാപിതാക്കൾ കടന്നു വന്നിട്ടുണ്ട്. ഈ മാതാപിതാക്കളോടുള്ള ബന്ധത്തിൽ ഒരു ദിവസം കൊണ്ട് സോണുമായിട്ട് ഇവിടെ നിൽക്കില്ല, ജോയനായിട്ട് ഇവിടെ നിൽക്കില്ല. ഈ അപ്പൻ്റെയും അമ്മയുടെയും ത്യാഗപരമായ ജീവിതം, അവരുടെ കണ്ണുനീരും പ്രാർത്ഥനയും. ദയവായി പേരൻസ് ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ, നിങ്ങൾ ജനങ്ങൾക്ക് അഭിമുഖമായിട്ടൊന്ന് നിന്നാട്ടെ. ഈ മാതാപിതാക്കൾ എത്ര സന്തുഷ്ടരാണ് ഇന്ന് നമ്മുടെ നടുവിൽ ഈ കുഞ്ഞുങ്ങളെ പ്രാർത്ഥിച്ച് കൊണ്ടുവരുമ്പോൾ. അതിൻ്റെ പുറകിൽ അവരുടെ കണ്ണുനീരുണ്ട്, പ്രാർത്ഥനയുണ്ട്. ജനങ്ങൾക്ക് അഭിമുഖമായിട്ട് നിന്നാട്ടെ, ഇവരൊന്ന് ക്ലാപ്പ് ചെയ്ത് ഒന്ന് അഭിനന്ദിച്ചാട്ടെ.
സർവശക്തനായ ദൈവത്തിൻ്റെ എല്ലാവിധമായിട്ടുള്ള അനുഗ്രഹങ്ങളും കൃപകളും നിങ്ങളുടെ മേൽ ചൊരിയുമാറാകട്ടെ. നിങ്ങളിരുന്നാട്ടെ. ഈ പപ്പായെയും മമ്മിയെയും നിങ്ങൾ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. ഇന്നു മുതൽ നിങ്ങൾ ഓർക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പരസ്പരം വേർപെട്ടിരിക്കരുത്. രണ്ടിടത്ത് നിങ്ങൾ ഒരുമിച്ച് ഒരു വീട്ടിൽ പാർക്കുമ്പോൾ രണ്ടിടത്ത് കിടക്കാനായിട്ട് പാടില്ല. രണ്ട് കിടക്ക പാടില്ല. രണ്ട് പേഴ്സ് പാടില്ല. ജോയിൻ്റ് അക്കൗണ്ട് ആയിരിക്കണം. ഈ ആധുനിക ലോകത്ത് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഭാര്യയും ഭർത്താവ് ഹോട്ടലിൽ കയറിയാലും ഭാര്യയുടെ ഭർത്താവിൻ്റെ ബില്ല് കൊടുക്കുന്ന സിസ്റ്റമാണ്. പക്ഷേ ഇന്ന് മുതൽ നമുക്കങ്ങനല്ല. ഒരു പേഴ്സായിരിക്കണം. മാത്രമല്ല, പരസ്പരം നിങ്ങൾ കുറ്റപ്പെടുത്തരുത്. യേശു അല്ലാതെ മൂന്നാമതൊരാൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകരുത്. പരസ്പരം മറയ്ക്കുവാനായിട്ട് പാടില്ല. ഇന്നു മുതൽ ഞാനും നീയും എന്ന പദം നിങ്ങൾ പറയരുത്. നമ്മളെന്ന പദം പറയണം. പ്രത്യേകിച്ച് നിൻ്റെ മമ്മി നിൻ്റെ പപ്പ, എൻ്റെ മമ്മി എൻ്റെ പപ്പ എന്നുള്ള പദം പറയരുത്. ഇന്ന് മുതൽ നിങ്ങൾക്ക് രണ്ട് പപ്പ, രണ്ട് മമ്മി. പറയുമ്പോൾ വേണമെങ്കിൽ എടുത്തു പറയാം ബാംഗ്ലൂരെ പപ്പ, തിരുവല്ലയിലെ പപ്പ. അല്ലാതെ നിൻ്റെ പപ്പ എൻ്റെ പപ്പ. ജോലിയൊക്കെ കഴിഞ്ഞ് സോണും ജോയനയും കൂടെ വരുമ്പോൾ പപ്പായ്ക്ക് എത്ര ഷർട്ട് ഉണ്ടെങ്കിലും മമ്മിക്ക് എത്ര സാരി ഉണ്ടെങ്കിലും രണ്ടുപേരും കൂടെ സാരിയൊക്കെ മേടിച്ചുകൊണ്ട് രണ്ടുപേരും കൂടെ വേണം എന്ത് ചെയ്യാൻ? രണ്ടിടത്തും കൊണ്ടു കൊടുക്കുവാനായിട്ട്. നിനക്ക് നന്മയുണ്ടാകാനും ദീർഘായുസ്സോടെ ഇരിപ്പാനും നിൻ്റെ അപ്പനെയും അമ്മയെയും എന്ത് ചെയ്യരുത്? മറക്കരുത് എന്നാണ് വായിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ദൈവത്തെ മറക്കരുത്. രണ്ടാമത്, മാതാപിതാക്കളെ നിങ്ങൾ മറക്കരുത്. അതിഥി സൽക്കാരം നിങ്ങൾ മറക്കരുത്. കുടുംബ പ്രാർത്ഥന നിങ്ങൾ എന്ത് ചെയ്യരുത്? ഒരിക്കലും മറക്കുവാനായിട്ട് പാടില്ല. എന്നും എത്ര തിരക്കാണെങ്കിലും സൃഷ്ടിതാവും പരിപാലകനുമായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങൾ നിങ്ങളെ തന്നെ സമർപ്പിച്ച് കരം കൊടുത്ത് പ്രാർത്ഥിക്കുവാനായിട്ടിടയാകണം. ഞാൻ ഒത്തിരി ദൂരെയൊക്കെ സഞ്ചരിച്ചിട്ട് ചിലപ്പോൾ ലേറ്റായിട്ടൊക്കെ വീട്ടിലേക്ക് കടന്നു വരുന്നതായ വേളയിൽ അന്ന് പകൽ നടന്ന കാര്യങ്ങളൊക്കെ ഭാര്യ എന്നോട് സംസാരിക്കും. 12 ആയാലും 1 മണിയായാലും കിടക്കയിലേക്ക് പോകുന്നതിന് മുമ്പേ കരം ചേർത്ത് പിടിച്ചൊരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയുടെ മുൻപിൽ ഏത് പ്രശ്നങ്ങളും മഞ്ഞുരുകുന്നത് പോലെ ഉരുകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ജീവിതം ഒന്നേയുള്ളൂ. അത് എങ്ങനെയെങ്കിലും ജീവിച്ചു തീർക്കുവാനല്ല, സൃഷ്ടിതാവ് പരിപാലകനുമായ ദൈവത്തോടു കൂടെ ചേർന്ന് നമ്മുടെ ജീവിതം നയിക്കുമ്പോൾ ജീവിതത്തെ ദൈവം പണിയുവാനായിട്ടിടയാകും. ഞങ്ങളൊരു സുവിശേഷകരായതുകൊണ്ടൊരു കാര്യം കൂടെ പറയേണ്ടത് അത്യാവശ്യമാണ്. ആത്മമണവാളനായ ക്രിസ്തു മേഘത്തിൽ കടന്നു വരുവാൻ പോവുകയാണ്. അതിൻ്റെ അലയൊലികൾ എവിടെയും കേട്ടുകൊണ്ടിരിക്കുകയാണ്. കന്യാകുമാരി മുതൽ ഡൽഹി വരെ നീളമുള്ള അതിദൈർഘ്യമായൊരു സ്വർഗീയ പട്ടണത്തിൻ്റെ പണി ഉയരത്തിൽ നടക്കുന്നു. എപ്പോൾ കർത്താവ് വരും എന്നറിയില്ല. എന്നാൽ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പോയതുപോലെ വീണ്ടും കടന്നു വരാം. അതുകൊണ്ടാണ് യുദ്ധങ്ങളും യുദ്ധശ്രുതികളും മാരക രോഗങ്ങളും ഇവിടെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത്. ഇന്ന് ഈ വിവാഹ ശുശ്രൂഷയിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ രക്ഷകനും കർത്താവുമായി ഇരുകള്ളന്മാരുടെ നടുവിൽ അവസാന തുള്ളി രക്തം വരെയും നമുക്ക് വേണ്ടി ഊറ്റിത്തന്ന ആ കർത്താവിൻ്റെ കരങ്ങളിൽ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും, യേശുവേ, ഞാൻ പാപിയാണ്, എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായിട്ടാണ് അങ്ങ് കാൽവറിയിൽ മരിച്ചത്. അങ്ങേ ഞാൻ എൻ്റെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്നു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായി കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ പേർ ജീവൻ്റെ പുസ്തകത്തിൽ എഴുതും. ഒരു നിമിഷം പ്രാർത്ഥനയ്ക്കായി തലകളെ വണക്കാം. അല്പസമയം എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ. ഈ ശുശ്രൂഷയുടെ മുഖ്യഭാഗത്തേക്ക് നാം കടന്നു വന്നിരിക്കുമ്പോൾ ഹല്ലേലൂയ, അവരവരുടെ തലമുറകളെ ഓർത്ത് ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ, പ്രയാസപ്പെടുന്നവരുണ്ടെങ്കിൽ, ഒരുപക്ഷെ നിങ്ങളുടെ തലമുറയുടെ കുടുംബജീവിതം ഇതുവരെയും ആരംഭിച്ചിട്ടില്ല എങ്കിൽ തക്ക തുണയെ തരുവാൻ ദൈവം മതിയായവനാണ്. ഇന്ന് കേട്ട വചനത്തിൻ്റെ മുൻപിൽ നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. കർത്താവേ, അങ്ങ് പണിയുന്നൊരു കുടുംബമായിരിക്കണം എൻ്റേത്. മുപ്പിരിച്ചരട് വേഗത്തിൽ അറ്റുപോകുന്നില്ല. എന്നെ ഞാൻ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. എല്ലാവരും ഒരു നിമിഷം സ്തോത്രം ചെയ്തായിട്ട് പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. സ്തോത്രം, 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 സ്തോത്രം. നാം എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച് ചെങ്ങന്നൂർ സെൻറ്റർ മിനിസ്റ്ററായിരിക്കുന്ന എബ്രഹാം കുര്യാക്കോസ് അവറുകൾ മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ ശുശ്രൂഷകളിൽ ഇവിടെ പ്രാർത്ഥിച്ചാരംഭിച്ച സമയം മുതൽ
കർത്താവിൻ്റെ വലിയ സാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവിക്കുവാൻ ദൈവം ഇടയാക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ പോകുന്ന പ്രിയപ്പെട്ട നിൻ്റെ കുഞ്ഞുങ്ങളെ പ്രത്യേകാൽ അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവ് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ധന്യമായൊരു കുടുംബജീവിതം നയിക്കുവാനുള്ള എല്ലാ സ്വർഗീയ കൃപകളും പ്രിയപ്പെട്ട നിൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ ഇന്ന് പകൽക്കാലം ദൈവം പകരണമേ. അവർക്ക് ആവശ്യമായിട്ടുള്ള ദൈവത്തിൻ്റെ സന്ദേശം നൽകുവാനായിട്ട് കർത്താവിൻ്റെ ദാസന്മാരെ ഇന്ന് പകൽ ദൈവം ബലപ്പെടുത്തിയതിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് പ്രമാണിക്കുന്നവനെല്ലാം പാറമേൽ അടിസ്ഥാനമിട്ട വീട് പണിയുന്ന ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുമെന്ന് ദൈവദിനത്തിൽ ഞങ്ങൾ വായിക്കുന്നത് പോലെ ഇന്ന് ഇവിടെ ദൈവത്തിൻ്റെ വചനത്തിലൂടെ കേട്ടതായ ദൈവത്തിൻ്റെ വചനങ്ങൾ, ദൈവത്തിൻ്റെ ആലോചനകൾ കേട്ട് അതിനനുസരിച്ച് കർത്താവെ അതിനൊത്തവണ്ണം കുടുംബജീവിതം നയിക്കുവാനായിട്ടുള്ള ദൈവാലോചനയും ദൈവകൃപയും നിൻ്റെ മക്കളുടെ മേൽ ദൈവം പകരണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിൻ്റെ വചനം സംസാരിക്കുവാൻ അവിടുത്തെ ദാസന്മാരെ ദൈവം ഇന്ന് പകൽക്കാലം ബലപ്പെടുത്തിയതിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുകയാണ്. കർത്താവെ, ശുശ്രൂഷയെ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇവിടെ സംബന്ധിക്കുന്നവരിൽ ആരുടെയെങ്കിലും കുടുംബജീവിതം തകർന്നുടഞ്ഞിരിക്കുന്നുവെങ്കിൽ ഇന്ന് കേട്ടതായ വചനം മൂലം കർത്താവെ അവരുടെ കുടുംബജീവിതം പണിയപ്പെടുവാനായിട്ട്, തകർച്ചകൾ മാറുവാനായിട്ട്, അനുഗ്രഹീതരായി തീരുവാനായിട്ട് ദൈവം ഇടയാക്കേണ്ടതിനായിട്ട് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, തുടർന്ന് കർത്താവിൻ്റെ ദാസൻ കർത്താവെ ഉഭയസമ്മതം ചൊല്ലിക്കൊടുത്ത് ഈ പ്രിയപ്പെട്ടവരുടെ വിവാഹകർമ്മം അത് ആശീർവദിക്കുമ്പോൾ ഏദൻ ഭൂഗവനത്തിൽ ഇറങ്ങി വന്ന് ആദമവുമാരെ സംയോജിപ്പിച്ച സർവശക്തനായ ദൈവം തന്നെ ഇറങ്ങി വന്ന് നീ അവരെ ആശീർവദിക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവമേ, അവരുടെ മാതാപിതാക്കളെ ദൈവം അനുഗ്രഹിക്കണമേ. കൂടപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവരെ ദൈവം ആശീർവദിക്കണമേ. തുടർന്നുള്ള ശുശ്രൂഷകളെ ദൈവം അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. യേശുവിൻ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയയോടെ കേൾക്കുമാറാകണമേ. വളരെ പ്രാർത്ഥനയോടുകൂടി ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. ഏദൻ പൂങ്കാവനത്തിൽ ഇറങ്ങി വന്ന ആദാം ഹവ്വ ദമ്പതിമാരെ യോജിപ്പിച്ച സർവശക്തനായ ദൈവം ഈ കുഞ്ഞുങ്ങളെ യോജിപ്പിക്കട്ടെ. ഒരു പുതിയ കുടുംബം കൂടി ഇവിടെ ആരംഭിക്കുമ്പോൾ ദൈവമേ, ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ ദൈവപുത്രന്മാർ ഘോഷിച്ച് ആനന്ദിച്ചതുപോലെ സ്തുതികളുടെയും സ്തോത്രത്തിൻ്റെയും അകമ്പടിയോടുകൂടി ഈ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം.